ബാംഗ്ലൂർ എറണാകുളം റൂട്ടിൽ പുതുതായി ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് യാത്രക്കാർക്ക് ആശ്വാസത്തിനു പകരം ആശങ്കകളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന IT ഹബ്ബായ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തേക്കുള്ള ആഡംബര തീവണ്ടിയുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചതോടെ ഇത് സാധാരണക്കാരന് താങ്ങാനാകാത്ത കൊള്ള നിരക്കാണോ എന്ന ചോദ്യം ഉയരുകയാണ്. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായി സർക്കാർ വിശേഷിപ്പിക്കുമ്പോഴും പ്രീമിയം നിരക്കുകൾ കാരണം പല യാത്രക്കാരും ട്രെയിനിനേക്കാൾ ലാഭകരം വിമാനയാത്രയാണെന്ന് തുറന്നു സമ്മതിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രാ നിരക്കുകളാണ് യാത്രക്കാരുടെ ഏറ്റവും വലിയ പരാതി. ചെയർകാർ ക്ലാസ്സിൽ ഭക്ഷണം, റിസർവേഷൻ ചാർജ്, GST എന്നിവ ഉൾപ്പെടെ 1655 രൂപയാണ് മൊത്തം നിരക്ക്. ഇതിലും ഉയർന്ന എക്സിക്യൂട്ടീവ് ചെയർ ക്ലാസ്സിൽ നിരക്ക് 3015 രൂപ കടക്കുന്നു. ഈ നിരക്കുകൾ സ്ഥിര യാത്രക്കാർക്കും ഇടത്തരം വരുമാനക്കാർക്കും വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. ഈ റൂട്ടിലെ സാധാരണ ട്രെയിനുകളിലെ തേർഡ് AC നിരക്ക് പോലും ഇതിലും വളരെ കുറവാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മെച്ചപ്പെട്ട യാത്രാനുഭവം കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കേട്ട പലരും ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണുള്ളത്. വന്ദേ ഭാരത് ടിക്കറ്റ് നിരക്കുകൾ പുറത്തു വന്നതോടെയാണ് യാത്രക്കാർ ട്രെയിൻ യാത്രാ സമയവും വിമാനയാത്രാ സമയവും തമ്മിലുള്ള താരതമ്യം ആരംഭിച്ചത്. വന്ദേ ഭാരത് എക്സ്പ്രസ് 638 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്നത് ഏകദേശം 8 മണിക്കൂർ 40 മിനിറ്റാണ്. രാവിലെ 6:30 യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് 3:10 എറണാകുളത്ത് എത്തുന്നത്. എന്നാൽ ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം വെറും 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കുന്നത്. എയർപോർട്ട് റിപ്പോർട്ടിംഗ് സമയം, ചെക്ക് ഇൻ, ബോർഡിംഗ് നടപടികൾ എന്നിവയെല്ലാം കൂട്ടിയാലും പരമാവധി 4 മണിക്കൂറിനുള്ളിൽ യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. വിമാന ടിക്കറ്റ് നിരക്കുകൾ പരിശോധിക്കുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും 2500 രൂപയിൽ താഴെയുള്ള നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കാറുണ്ട്. അതായത് വന്ദേ ഭാരതിനേക്കാൾ വെറും 850 രൂപ അധികം മുടക്കിയാൽ 7 മണിക്കൂറിലധികം സമയം ലാഭിക്കാം. 1655 രൂപ കൊടുത്ത് 9 മണിക്കൂറോളം ഇരുന്ന് യാത്ര ചെയ്യുന്നതിനേക്കാൾ 2500 രൂപയ്ക്ക് വിമാനത്തിൽ പോയി 1 മണിക്കൂറിൽ എത്തുന്നതല്ലേ ബുദ്ധി? ഇതാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥിരം യാത്രക്കാരന്റെ ചോദ്യം. തിരക്കുള്ള പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം സമയമാണ് പണത്തേക്കാൾ വലുത്. വന്ദേ ഭാരത് ഒരു ദിവസം മുഴുവൻ എടുക്കുന്ന സമയത്തിൽ വിമാനത്തിൽ 2 പ്രധാന മീറ്റിംഗുകളിൽ പങ്കെടുത്ത ശേഷം തിരികെ വീട്ടിലെത്താൻ സാധിക്കും. വാരാന്ത്യങ്ങളും അവധി ദിവസങ്ങളിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുമെങ്കിലും യാത്ര ഒരാഴ്ച മുമ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വിമാനയാത്രയാണ് എപ്പോഴും ലാഭകരമായി മാറുന്നത്. വന്ദേ ഭാരത് നിരക്കിനെ ന്യായീകരിക്കുന്ന ചില യാത്രക്കാർ പ്രൈവറ്റ് ബസ്സുകളുമായുള്ള താരതമ്യം ഉയർത്തുന്നുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ചും വാരാന്ത്യങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ആഡംബര പ്രൈവറ്റ് ബസ്സുകൾ 2000 രൂപയ്ക്ക് മുകളിൽ വരെ ഈടാക്കാറുണ്ട്. ഈ ബസ്സുകൾ റോഡ് ഗതാഗതക്കുരുക്ക് കാരണം 10 മുതൽ 12 മണിക്കൂർ വരെ യാത്രാ സമയമെടുക്കും. ഈ പശ്ചാത്തലത്തിൽ 9 മണിക്കൂറിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും മെച്ചപ്പെട്ട യാത്രാസുഖവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന വന്ദേ ഭാരത് ന്യായമായ നിരക്കാണ് ഈടാക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നു. എങ്കിലും ഒരു സാധാരണ ട്രെയിൻ യാത്രയ്ക്ക് ആളുകൾ പ്രതീക്ഷിക്കുന്ന നിരക്കല്ലിത്. വന്ദേ ഭാരത് ട്രെയിനുകൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് പ്രീമിയം യാത്രക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന വിമർശനം ശക്തമാവുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിൽ അഭിമാനിക്കുമ്പോഴും സാധാരണ ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഈ ആഡംബര ട്രെയിൻ സഹായമാകില്ലെന്നാണ് യാത്രക്കാർ അഭിപ്രായപ്പെടുന്നത്. സർക്കാരിന്റെ ലക്ഷ്യം പഴയ ട്രെയിനുകളിലെ തേർഡ് AC യാത്രക്കാരെ വന്ദേ ഭാരതിലേക്ക് ആകർഷിച്ച വിമാനത്താവളങ്ങളെയും വിമാന കമ്പനികളെയും വെല്ലുവിളിക്കുക എന്നതായിരുന്നു. എന്നാൽ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിനോട് അടുത്ത് നിൽക്കുന്നതിനാൽ ഈ ലക്ഷ്യം പാതി വഴിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്ഥിരം യാത്രക്കാരും സാമൂഹ്യ പ്രവർത്തകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കണമെന്നാണ്. പ്രത്യേകിച്ച് ചെയർകാർ ക്ലാസ്സിലെ നിരക്കെങ്കിലും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന പരിധിയിലേക്ക് കൊണ്ടുവരണം. അല്ലാത്തപക്ഷം ഈ ആഡംബര ട്രെയിൻ മിക്കപ്പോഴും ഒഴിഞ്ഞു കിടക്കാനും റെയിൽവേക്ക് നഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. കേരളത്തിലെ മറ്റ് വന്ദേ ഭാരത് സർവീസുകളുമായി താരതമ്യം ചെയ്യുമ്പോഴും ബംഗളൂരു റൂട്ടിലെ ഉയർന്ന യാത്രാ സമയം നിരക്ക് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. തിരക്കേറിയ ക്രിസ്തുമസ്, ഓണം, മറ്റ് അവധിക്കാലങ്ങൾ എന്നിവ വരുമ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് 5000 രൂപ മുതൽ 8000 രൂപ വരെയായി വർദ്ധിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ വന്ദേ ഭാരത് ഒരു മികച്ച ബദലായി മാറിയേക്കാം. എങ്കിലും ഈ ദിവസങ്ങൾ വർഷത്തിൽ വളരെ കുറവാണ്. സാധാരണ ദിവസങ്ങളിൽ വിമാന കമ്പനികൾ മത്സരിച്ച് കുറഞ്ഞ നിരക്കുകൾ നൽകുമ്പോൾ വന്ദേ ഭാരത് വെറും ഒരു സാധാരണ ട്രെയിനായി മാറും. ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് നിരക്ക് പുനഃപരിശോധിക്കുമോ എന്നും ദീർഘദൂര യാത്രകളിൽ സാധാരണ യാത്രക്കാർക്ക് താങ്ങാനാവുന്ന ഒരു മധ്യനിര ടിക്കറ്റ് ക്ലാസ് അവതരിപ്പിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് യാത്രക്കാർ. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവണമെങ്കിൽ ടിക്കറ്റ് നിരക്ക് 1000 മുതൽ 1200 പരിധിയിൽ നിർത്തണമെന്നാണ് ഭൂരിപക്ഷം യാത്രക്കാരുടെയും അഭിപ്രായം. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിച്ചാൽ 1
ഒരുപാട് പേർ യാത്ര ചെയ്യുകയും റെയിൽവേക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. റെയിൽവേയുടെ ഭാവി പദ്ധതികൾ വന്ദേ ഭാരത് ശൃംഖലയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ നിരക്ക് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്.